നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ ഗർഭിണികൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ചിന്തിച്ചു വരുന്നു. അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ പെർഫ്യൂമുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ അതിൻ്റെ പുറകെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാം ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതിനകത്ത് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഓർഗാനിക് കെമിസ്ട്രി ഫുള്ളായിട്ട് അതിനകത്തുണ്ട്, ഏവർക്കും അറിയാം. അടുത്ത വിഷയം, സാത്വിക ആഹാരം പറഞ്ഞു, കെമിക്കൽസിൻ്റെ ഉപയോഗം പറഞ്ഞു. അതുപോലെ സാധിക്കുന്ന പക്ഷം, വീണ്ടും പറയുകയാണ്, സാധിക്കുന്ന പക്ഷം 10 മാസക്കാലം ആക്ഷൻ ഫിലിമുകൾ, യുദ്ധം, ഈ ഹൊറർ ഫിലിം ഇതൊന്നും കാണാതെ ഇരിക്കുക. അത് കാണാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ, കാരണം എൻ്റെ ഇഷ്ടം അതാണല്ലോ എന്ന് തോന്നുന്നവർ ഒരു പേപ്പർ എടുത്ത് എഴുതി വയ്ക്കുക. ഇന്നത് കാണാൻ ബാക്കിയുണ്ട് എന്ന് എഴുതി വെക്കുക. നല്ലൊരു ഉപായമാണ്. 10 മാസം കഴിഞ്ഞ് പ്രസവത്തിന് ശേഷം അത് വീണ്ടും കാണാം. ഇന്നെല്ലാം ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എത്ര കാലം പഴകിയതാണെങ്കിലും ആ വീഡിയോസും മൂവീസ് കളക്ഷൻ എല്ലാം തന്നെ അവിടെ ഉണ്ടാകും. കാരണം ഈ യുദ്ധം കണ്ട് നമ്മുടെ മനസ്സും ഈ സിനിമ കാണുമ്പോൾ അതിനോടൊപ്പം ചലിക്കുകയാണ്. അപ്പോൾ കുട്ടികളിൽ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധി വികാസത്തിന് സാധ്യതയുണ്ട്. അപ്പം സാധ്യതയുണ്ടെന്നല്ല, അത് അങ്ങനെ തന്നെയാണ്. കാരണം എന്തൊക്കെയാണോ നാം കാണുന്നത് അത് തന്നെയാണല്ലോ. ഇത് തന്നെയാണ് കർമ്മം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നാമായി തീരുന്നു. നമ്മുടെ കുട്ടി അതായിട്ട് തീരുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയ കാര്യമല്ല, നമുക്കൊരു കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. ആയതിനാൽ ഈ യുദ്ധം, ലഹള, വഴക്ക് ഇതിൽ നിന്നൊക്കെ ഒഴിവായിരിക്കുക. വീടുകളിൽ അതുപോലെ തന്നെയാണ്. എന്തായാലും പ്രശ്നം വരും, പറയാൻ എളുപ്പമാണ്. വഴക്കുണ്ടാക്കരുത്, പോര് പാടില്ല, തല്ലരുത്, പിടിക്കരുത് എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. കാരണം ഈസിയർ സെഡ് ദാൻ ഡൺ എന്നാണല്ലോ, പറയാൻ വളരെ എളുപ്പമാണ്. എന്നിരുന്നാലും വീട്ടിൽ വഴക്കുകൾ കൂടാതിരിക്കുക. കാരണം അത് കുട്ടിയുടെ മാനസിക വളർച്ചയെ ബാധിക്കും, ഉറപ്പാണ്. കാരണം ഇന്ന് നാം കാണുകയാണ്, കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് മാനസിക പ്രശ്നത്തോട് കൂടെയാണ് ഈ കുട്ടികൾ ജനിക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ ആ മാനസിക പ്രശ്നം കൂടിക്കൂടി പോവുകയാണ്. കാരണം മാതാപിതാക്കൾ നെട്ടോട്ടം ഓടുകയാണ്. ഓരോ ജ്യോതിഷിയുടെ അടുത്ത് പോയാലും അവർ ചോദിക്കുന്നത് കുട്ടിയുടെ മാനസികാവസ്ഥയാണ്. ഓരോ ഡോക്ടറിൻ്റെ അടുത്തും ഇന്ന് സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ഒരുപാട് കൂടിക്കഴിഞ്ഞു. ഒരു 20 വർഷം മുമ്പേ ഇത്ര ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് കൂടി. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, അത് തന്നെയാണ് ഈ ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ വഴക്ക് കൂടാനുള്ള ടോപ്പിക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഇതുപോലെ പേപ്പർ എടുത്ത് എഴുതി വെക്കുക. 10 മാസം കഴിഞ്ഞ് അതുപോലെയുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിസ്റ്റ് നോക്കിയ ശേഷം വീട്ടുകാരെടുത്ത് തല്ലുകൂടാം, പ്രശ്നമില്ല. കാരണം ഈ ഒരു 10 മാസം നമ്മുടെ കയ്യിലുണ്ട്. കുട്ടിയുടെ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ കൈവശമാണ്. അടുത്ത ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിയുന്നതും 10 മാസമുണ്ട്, ഓരോ മാസത്തിലും ഗർഭിണിയുടെ ജന്മനക്ഷത്രം തോറും, അല്ലെങ്കിൽ സാധിക്കുന്ന പക്ഷം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ദാനം നൽകുക. എന്താണ് ദാനം നൽകേണ്ടത്? നവധാന്യം ദാനം നൽകാം. സാധിക്കുന്ന പക്ഷം നവധാന്യം ദാനം നൽകുക. ഇല്ലെങ്കിൽ കുറച്ച് അരി മേടിക്കുക, കുറച്ച് പയർ, ഇല്ലെങ്കിൽ അരി മാത്രമാണെങ്കിലും അത് മതിയാകും. കുറച്ച് അരി മേടിച്ചിട്ട് ആർക്കെങ്കിലും ദാനം കൊടുക്കുക. കുട്ടികളിൽ ദാനം കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത വളരാൻ ഇത് സഹായിക്കും. ക്വാണ്ടിറ്റി പ്രശ്നമില്ല, ഇത്ര ക്വാണ്ടിറ്റി കൊടുക്കണം പ്രശ്നമില്ല. 1 കിലോ അരിയായാലും മതി, 2 കിലോ അരിയായാലും മതി. സാധിക്കുന്ന രീതിയിൽ വാങ്ങിച്ച് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് ദാനം നൽകുക എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇവിടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ സത്കർമ്മമായിട്ട് പരിണമിക്കും. സത്കർമ്മം ചെയ്താൽ സത്കർമ്മഫലം അനുഭവിക്കും. സന്തതി സത്സന്താനമായിട്ട് മാറി പരിണമിക്കും എന്നുള്ളതിൽ തർക്കമില്ല. നമസ്കാരം.